ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂർ വൽ മുത്തഖിദീന അലൈഹാ അൽ മസാജിദ് വസ്സുറുജ്. തെളിവുകൾ ഞാൻ ആദ്യം ഓതി കേൾപ്പിച്ചത്. ഇതാണ് ഈ വിഷയത്തിന്റെ ആകത്തുക എന്ന് പറയാനാണ്. എന്താണ് നമ്മുടെ ഹെഡിങ്? ഒന്നും കൂടി ഉറപ്പെടുത്തുകയാണ്. സ്വാലിഹീങ്ങളുടെ ഖബറുകളെ ബിംബങ്ങളാക്കുക, അള്ളാഹുവോടൊപ്പം അവരെ ആരാധിക്കുക. ഇത് ഖബറിങ്കിൽ നടക്കുന്ന ഒലുവാൻ, അതിരുകടക്കലാണ്. അതിനാണ് ഈ തെളിവുകൾ കൊണ്ടുവന്നത്. ഇതിൽ ഒന്നാമത്തെ തെളിവ് പറഞ്ഞ എന്താണ്? റവൽ മാലിക് ബിനുൽ അസ്ബഹി റഹിമഹുല്ലാഹ് ഫിൽ മുവത്ത. ഇമാം മാലിക് ഇബ്നുൽ അസ്ബഹ് അദ്ദേഹത്തിന്റെ അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം ഇസ്ലാമിക ലോകത്തെ ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥമാണ്. ഏറെ ശ്രദ്ധേയമായി വിദ്യാർത്ഥികളൊക്കെ ഇന്ന് പഠിക്കുകയും റെഫറൻസ് ചെയ്യുകയും ചെയ്യുമൊക്കെ ചെയ്യുന്ന ഗ്രന്ഥമാണ് അൽ മുവത്ത. മുവത്തയിൽ ഇമാം മാലിക് പറയുകയാണ്, അദ്ദേഹം അതിൽ കൊണ്ടുവന്നൊരു ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, നീ എന്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വസൻ, വിഗ്രഹമാക്കരുതേ. ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ, ഒരു സമൂഹത്തിന്റെ മേൽ അല്ലാഹുവിന്റെ കോപം കഠിനമായിരിക്കും. ഏതാണ് ആ സമൂഹം? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ ഇടങ്ങളാക്കി മാറ്റി. രണ്ട് രൂപത്തിൽ അതിനെ പറയാം. ഒന്ന്, മഹാന്മാരായ പ്രവാചകന്മാരുടെ ഖബറിങ്കിൽ ചെന്നുകൊണ്ട് അള്ളാഹ് പഠിപ്പിച്ച ഇബാദത്തുകൾ തന്നെ ചെയ്യാം. അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നതാണ്. ഇനി അള്ളാഹ് പഠിപ്പിച്ച ഇബാദത്തുകളല്ലാതെ അതിര് വിട്ടുകൊണ്ട് അവരോട് വിളിച്ചു തേടി ഇസ്തിഗാസ ചെയ്ത് നേർച്ച വഴിപാടുകളൊക്കെ ചെയ്ത് ആ ഖബറിങ്കൽ വേറെയും ചില അള്ളാഹ് പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന്റെ കോപം അതികഠിനമായി അവരുടെ മേലുണ്ട് എന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇഷ്തദ്ദ ഗളബുല്ലാഹ് അലാ ഖൗമിഹിം എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ എത്ര ഗൗരവമാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. എന്താണ് ഈ അധ്യായത്തിന്റെ പേര്? അതിനെ അന്വർത്ഥമാക്കുന്ന തെളിവാണിത്. അൽ ഗുലൂവു ഫീ ഖുബൂരി സ്വാലിഹീൻ എന്നാണ്. ഈ ഗുലൂവ് എന്നുള്ള പദം നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കിതാബ് തൗഹീദിൽ പറഞ്ഞു, മുജാവസാത്തുൽ ഹദ് എന്നാണ്. പഠിപ്പിക്കപ്പെട്ട പരിധിയിൽ നിന്ന് ലംഘിച്ചു കളയുക. പരിധി ലംഘിക്കുന്നതിനൊക്കെ ഗുലൂവ് എന്ന് പറയും. ശൈഖ് അവറുകൾ ഈ അധ്യായത്തിൽ കൊണ്ടുവന്ന പേരെന്താണ്? അൽ ഗുലൂവു ഫീ ഖുബൂരി സ്വാലിഹീൻ. സ്വാലിഹീങ്ങളുടെ ഖബറിങ്കൽ അതിര് കവിയൽ. യസ്യൂറുഹ ഔസാനൻ, എന്നിട്ട് അതിര് കവിഞ്ഞ് ആ സ്വാലിഹായ മനുഷ്യനെ ആരാധിക്കുന്ന തരത്തിൽ ബിംബമാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുക. എന്നിട്ട് തുഅ്ബദു മിൻ ദൂനില്ലാഹി തബാറക വ തആല, അല്ലാഹുവോടൊപ്പം അവരാരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടുക എന്നാണ് ഗുലുവിലൂടെ സംഭവിക്കുന്നതാണ്. എന്താണ് ഈ ഖബറിന്റെ വിഷയത്തിൽ ഗുലുവിൽ അകപ്പെടുക എന്ന് പറഞ്ഞാൽ? സ്വാലിഹീങ്ങളാകട്ടെ സ്വാലിഹീങ്ങൾ അല്ലാത്തവരാകട്ടെ അവരുടെ ഖബറിങ്കൽ അതിര് വിടുക എന്ന് പറഞ്ഞാൽ എന്താ? ചുരുക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ പറഞ്ഞാൽ, അള്ളയും റസൂലും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഖബറിങ്കൽ നിർവഹിക്കുക എന്നാണ്.